കഴിഞ്ഞ വെള്ളിയാഴ്ച വിശ്വാസിയായ ഒരാളുടെ ജീവിതത്തിലെ ഒഴിച്ചുകൂടാനാകാത്ത നിർബന്ധിതമായ നമസ്കാരത്തിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. തൗഹീദുള്ള ഒരാളോട് പരലോകത്താദ്യമായി അള്ളാഹു ചോദിക്കുക നമസ്കാരത്തെക്കുറിച്ചാണ് എന്നും, ബാക്കി ഏത് ആരാധനാകർമ്മങ്ങൾക്കും ഇളവുകളുണ്ട് എങ്കിലും നമസ്കാരത്തിന് ഇളവില്ല എന്നും, നമസ്കാരം നിലനിർത്തുന്നവൻ മാത്രമാണ് സത്യവിശ്വാസി, അല്ലാത്തവൻ മതത്തെ തന്നെ പൊളിച്ചവനാണ് എന്നുമാണ് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായത്. അതിൻ്റെ അവസാനമായി നമ്മൾ പറഞ്ഞൊരു ഹദീസ് വീണ്ടും ആവർത്തിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വചനങ്ങളിൽ നിന്ന് പ്രവാചകൻ നമ്മളോട് പറഞ്ഞ വാക്ക് മൻ ഹാഫള അലൈഹ, ആരെങ്കിലും 5 വക്ത് നമസ്കാരം ഒരിക്കലും ഒഴിവാക്കാതെ അയാൾ ജീവിതത്തിൽ പുലർത്തി വന്നാൽ കാനത്ത് ലഹു നൂറൻ വ ബുർഹാനൻ വ നജാത്തുൻ യൗമുൽ ഖിയാമ, ആ നമസ്കാരം അയാൾക്ക് പ്രകാശമാകും 2 ലോകത്തും, അയാൾക്ക് അനുകൂലമായി സാക്ഷി പറയും 2 ലോകത്തും, അയാളുടെ ജീവിതത്തിന് വിജയമാകും പ്രത്യേകിച്ച് പരലോകത്തും. ഇതെല്ലാം അയാളുടെ നമസ്കാരം വഴി അയാൾക്ക് ലഭിക്കുന്നതാണ്. വമല്ലം യുഹാഫിള് അലൈഹ, ആരെങ്കിലും 5 വക്ത് നമസ്കാരത്തിന്റെ വിഷയത്തിൽ 1 വക്ത് നമസ്കാരമെങ്കിലും അയാൾ നഷ്ടപ്പെടുത്തിയാൽ ലം യകുൻ ലഹു നൂർ വ ബുർഹാൻ വലാ നജാത്ത്, അയാൾക്ക് പ്രകാശമോ അയാൾക്ക് അനുകൂലമായ സാക്ഷിത്വമോ അയാൾക്ക് പരലോക വിജയമോ ലഭിക്കുകയില്ല. അവസാനിപ്പിച്ചത് വഹുശ്റ യൗമുൽ ഖിയാമ, അയാളെ അല്ലാഹു പരലോകത്ത് കൊണ്ടുവന്ന് നിർത്തുക മഅ ഫിർഔൻ വ ഹാമാൻ വ ഖാറൂൻ വ ഉബയ്യ് ഇബ്നു ഖലഫ്, ഫിർഔനിന്റെയും ഹാമാനിന്റെയും ഖാറൂനിന്റെയും ഉബയ്യ് ഇബ്നു ഖലഫിന്റെയും കൂടെയായിരിക്കും അല്ലാഹു പരലോകത്ത് അയാളെ കൊണ്ടുവന്ന് നിർത്തുക എന്നതാണ്. അത്രയും ഗൗരവമുള്ള കാര്യമായിട്ടാണ് നമസ്കാരത്തെ അല്ലാഹു പരിചയപ്പെടുത്തിയത്. സഹോദരങ്ങളെ, ഇത് പറഞ്ഞു തന്ന കൂട്ടത്തിൽ തന്നെ പരിശുദ്ധ ഖുർആൻ സൂറത്തു മറിയമിലെ 59-ാമത്തെ ആയത്തിലൂടെ നമ്മളെക്കുറിച്ച് ചില പരാമർശങ്ങൾ നടത്തുകയുണ്ടായി. ആ വാക്കിപ്രകാരമാണ് ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ, കാലങ്ങൾ ഇങ്ങനെ കഴിയുമ്പോൾ പുതിയ പുതിയ തലമുറകളും പുതിയ പുതിയ ജനവിഭാഗങ്ങളും ഒക്കെ വരും. അവരുടെ പ്രത്യേകത അല്ലാഹു സ്വലാ, അവർ വ്യത്യസ്തങ്ങളായ കാരണങ്ങൾ കൊണ്ട് നമസ്കാരം നഷ്ടപ്പെടുത്തി തുടങ്ങും. വത്തബിഉ ശഹവാത്ത്, എല്ലാ വക്തും നിസ്കാരം നഷ്ടപ്പെടുത്തുന്നവരല്ല, മറിച്ച് അവനവന് താല്പര്യമുള്ള ചില മേഖലകൾ വരുമ്പോൾ അവർ നമസ്കാരം നഷ്ടപ്പെടുത്തും. ഫസൗഫ യൽഖൂന ഗയ്യ, അവർ തന്മൂലം എത്ര ദുർമാർഗപരമായ അതിന്റെ ഫലം അവർ കാണുകയും ചെയ്യും. സഹോദരങ്ങളെ, ഇതുമായി ബന്ധപ്പെട്ടാണ് ഇനിയുള്ള 1-2 ഖുത്ബകൾ സംസാരിക്കണമെന്ന് ഉദ്ദേശിക്കുന്നത്. അഥവാ നമ്മുടെ മനസ്സിൽ നമ്മൾ നമസ്കരിക്കുന്ന ആളുകളാണ്, നമ്മൾ കാഫിറുകളല്ല, നമ്മൾ നമസ്കാരം അള്ളാഹുവിന്റെ മുന്നിൽ ഉത്തരം പറയാൻ റെഡിയായ ആളുകളാണ്. പക്ഷെ അള്ളാഹുവിന്റെ ലഡ്ജറിൽ പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ നമസ്കാരം നഷ്ടപ്പെടുത്തിയ കാഫിറുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുന്ന ചില സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ അതീവ ജാഗ്രതയോടുകൂടി പഠിച്ചിട്ടില്ല എങ്കിൽ, മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ, തിരുത്തിയിട്ടില്ല എങ്കിൽ ഈ പറഞ്ഞ ഫിർഔനിന്റെയും ഹാമാനിന്റെയും ഖാറൂനിന്റെയും കൂടെ നിൽക്കുന്നവരിൽ നമ്മളും ഉൾപ്പെട്ടു പോകും എന്നത് നമ്മൾക്ക് ബോധ്യമുണ്ടാകണം. സഹോദരങ്ങളെ, അതിലൊന്നാമത്തെ ഒരു കാര്യം, ഇസ്ലാമിൽ ഏതൊരു കാര്യങ്ങൾക്കും ചില ഓർഡറുകളുണ്ട്, തർത്തീബുണ്ട്. ഇപ്പൊ നമ്മൾക്ക് അയൽവാസിയുണ്ട്, ഉമ്മയുണ്ട്, മകനുണ്ട്, പിതാവുണ്ട്. നമ്മൾ പറയാൻ എനിക്ക് 4 പേരോടും ഒരേപോലെ ഇഷ്ടാണ് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അയാൾ മതവിശ്വാസിയാവുകയില്ല. അയാൾക്ക് ഉമ്മയോട് ഇഷ്ടമുണ്ടാകണം, മകനോട് ഇഷ്ടമുണ്ടാകണം, അയൽവാസി ഒക്കെ ഇഷ്ടമുണ്ടാകണം. പക്ഷെ 4 പേരോടും ഒരേപോലെ ഇഷ്ടം അത് മതമല്ല. മറിച്ച് എപ്പോഴാണ് മതമാവുക? അയാൾ ആദ്യമായി ഇഷ്ടപ്പെടേണ്ടത് ഉമ്മയെയാണ്, അത് കഴിഞ്ഞിട്ട് ഉപ്പയെയാണ്, അത് കഴിഞ്ഞിട്ട് മകനെയാണ്, അത് കഴിഞ്ഞിട്ട് അയൽവാസിയെയാണ്. ഈ ഓർഡർ തെറ്റിയാൽ അത് മതമാവുകയില്ല.
എല്ലാരോടും ഒരേപോലെ. ഒരാൾ പറയാൻ എനിക്ക് എന്റെ കുട്ടി കഴിഞ്ഞിട്ടേ എമ്മയും ബാപ്പിയുള്ളൂ, തെറ്റാണ്. അയാൾ മതവിശ്വാസിയാവുകയില്ല, അല്ലെങ്കിൽ തെറ്റായി അയാൾ പഠിച്ചു വെച്ചതാണ്. സഹോദരങ്ങളെ, ഇതേ ഓർഡറും ഇതേ തർത്തീബും നമസ്കാരത്തിന്റെ വിഷയത്തിലും പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നിസ്കരിക്കണം എന്ന് പറഞ്ഞ കൂട്ടത്തിൽ പ്രവാചകൻ പറഞ്ഞു, ആ നമസ്കാരത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി പ്രവാചകൻ പറഞ്ഞു, ആ നിസ്കാരത്തിന് വുളു ഉണ്ടാകണം, നജസിൽ നിന്ന് മുക്തമാകണം, അതേപോലെ ഔറത്ത് മറയണം, ഖിബ്ലക്ക് നേരെയാകണം. ഇതെല്ലാം നമസ്കാരത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് പഠിപ്പിച്ചെന്നയാണ്. യാതൊരു സംശയവുമില്ല, ഒരാൾ നമസ്കരിക്കുമ്പോൾ ഈ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ഖിബ്ലക്ക് നേരെയാകുക എന്നത് പ്രധാനമാണ്. അയാൾ നജസിൽ നിന്ന് മുക്തമാവുക എന്നത് പ്രധാനമാണ്. അയാളുടെ ജീവിതത്തിൽ നിസ്കരിക്കുന്ന സ്ഥലം ഏറ്റവും വൃത്തിയുള്ളതാവുക എന്നത് പ്രധാനമാണ്. ഔറത്ത് മറയുക എന്നത് പ്രധാനമാണ്. വുളു ഉണ്ടാവുക എന്നത് പ്രധാനമാണ്. പക്ഷേ ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ എല്ലാം മുകളിൽ നിൽക്കുന്ന കാര്യമാണ് എന്തു വന്നാലും നമസ്കരിക്കണം എന്നത്. എന്തു വന്നാലും നമസ്കരിക്കണം. ആ നമസ്കാരത്തിന്റെ പൂർണ്ണതക്കാണ് വുളു വേണ്ടത്. ആ നമസ്കാരത്തിന്റെ പൂർണ്ണതക്കാണ് ഔറത്ത് മറയേണ്ടത്. ആ നമസ്കാരത്തിന്റെ പൂർണ്ണതക്കാണ് നജസിൽ നിന്ന് മുക്തമാകേണ്ടത്. ആ നമസ്കാരത്തിന്റെ പൂർണ്ണതക്കാണ് ഖിബ്ലക്ക് നേരെ തിരിയേണ്ടത്. എന്തു വന്നാലും നമസ്കരിക്കുക എന്നതാണ് ഒന്നാമത്തെ ഇതിന്റെ ഷർത്ത്. സഹോദരങ്ങളെ, ഇത് നമ്മുടെ നാട്ടിൽ അട്ടിമറിക്കപ്പെട്ടു. എന്നിട്ട് എന്തായിന്നറിയോ? എന്നിട്ട് ജീവിതത്തിൽ മുസ്ലിമീങ്ങളായ തൗഹീദുള്ള ആൾക്കാർ തിരിച്ചു പഠിക്കാൻ തുടങ്ങി. അതെന്താണെന്നറിയോ? ഖിബ്ലക്ക് നേരെയായെങ്കിൽ, ഔറത്ത് മറഞ്ഞെങ്കിൽ, നജസിൽ നിന്ന് മുക്തമായെങ്കിൽ, വുളുവെടുത്തെങ്കിൽ മാത്രമേ നമസ്കരിക്കേണ്ടതുള്ളൂ എന്നതിലേക്ക് നമ്മളും നമ്മുടെ കുടുംബവും എത്തി. അതിന്റെ പരിണിതമായ ഫലം ഇന്ന് അങ്ങാടിയിലും വീട്ടിലും ക്യാമ്പസുകളിലും തൊഴിലിടങ്ങളിലും നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, തെറ്റിദ്ധരിക്കരുത്. ഖിബ്ല ശരിയാകണം, ഔറത്ത് മറയണം, നജസിൽ നിന്ന് മുക്തമാകണം, ജീവിതത്തിൽ ഈ പറഞ്ഞ പോലെ വുളുവുണ്ടാകണം. എന്നാൽ വുളുവെടുക്കാൻ സാഹചര്യമില്ലെങ്കിലോ, ഔറത്ത് മറക്കാൻ വസ്ത്രമില്ലെങ്കിലോ, നജസിൽ നിന്ന് മുക്തമാകാൻ നമ്മൾക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിലോ, ഖിബ്ല എവിടേക്കാണ് എന്ന് അറിഞ്ഞിട്ടില്ലെങ്കിലും മുക്തമായിട്ടില്ലെങ്കിലും നിസ്കരിക്കണം. കഴിവിന്റെ പരമാവധി സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ഇത് നമ്മുടെ നാട്ടിൽ അട്ടിമറിക്കപ്പെട്ടു. എന്നിട്ട് ആളുകളുടെ മനസ്സിലുള്ള ചിന്ത എന്താ അറിയോ? ഇതെല്ലാം ശരിയായെങ്കിലേ നിസ്കരിക്കാൻ പാടുള്ളൂ, അല്ലാതെ നിസ്കരിച്ചാൽ കുറ്റാന്ന് വരാൻ തുടങ്ങി. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരു യുവാവ്, അവൻ ഗ്രൗണ്ടിൽ നിന്ന് കളി കഴിഞ്ഞ് വൈകുന്നേരം ഒരു 6:45 ഗ്രൗണ്ടിൽ നിന്നവൻ എല്ലാം ബൂട്ടൊക്കെ അഴിച്ച് ട്രൗസറൊക്കെ കയ്യിൽ പിടിച്ച് ജേഴ്സിയൊക്കെ തൂക്കി ബൈക്കിൽ കൂട്ടുകാരന്റെ കൂടെ വരുന്ന സമയത്ത് ഏകദേശം ഒരു 7:30 മണിയായി എന്ന് വെക്കുക. നമ്മൾ അവനോട് പറയാൻ, എടാ ഇശാ ബാങ്ക് കൊടുക്കാനായി, പെട്ടെന്ന് നിസ്കരിച്ചോ. അവൻ വളരെ ഭവ്യതയോടുകൂടി എന്താ മറുപടി അറിയോ? മൗലവി, അനി ഞാൻ ഗ്രൗണ്ടിൽ നിന്ന് വരികയാണ്, ജേഴ്സി മുഴുവൻ വിയർപ്പാണ്, ഇങ്ങനെ ഒരു വിയർപ്പോട് കൂടിയിട്ട് ഇപ്പൊ എങ്ങനെയാണ്? എടാ, വീട്ടിലേക്ക് എത്തുമ്പോഴേക്ക് ഇശാ ബാങ്ക് കൊടുക്കും. അല്ല, ഈ വിയർപ്പോട് കൂടി ഇപ്പൊ നിസ്കരിക്കാൻ പറ്റൂലല്ലോ. അവൻ എന്താ ചെയ്യാറിയോ? അവൻ നേരെ വീട്ടിലേക്ക് പോയി വൃത്തിയായി കുളിച്ച് ഡ്രസ്സ് മാറി നല്ല ഡ്രസ്സ് ഇടുമ്പോഴേക്ക് ഇശാ ബാങ്ക് കൊടുക്കും. അവൻ ഇശാന് പള്ളിക്ക് വന്ന് നിസ്കരിക്കും. അവന്റെ മനസ്സിലുള്ള ചാരിതാർത്ഥ്യം എന്താ അറിയോ? മഗ്രിബ് നഷ്ടപ്പെടുത്തിയതിന്റെ കുറ്റല്ല, പിന്നെയോ വിയർപ്പോട് കൂടിയിട്ട് ഞാൻ മഗ്രിബ് നിസ്കരിച്ചിട്ടില്ലല്ലോ എന്നത് അവന്റെ മനസ്സിൽ വലിയ പുണ്യായിട്ട് കരുതാൻ. അവൻ ആ സമയത്ത് മരിച്ചാൽ ആരാണ്? പ്രവാചകന്റെ വാക്ക് വിശ്വാസിയായ നമുക്കറിയുന്ന വാക്കാണ്. പ്രവാചകന്റെ വാക്ക്, മാ സലഖകും ഫീ സഖർ, നരകത്തിലെ ഏറ്റവും അതിശക്തമായ ശിക്ഷയ്ക്ക് വിധേയമാകുന്ന സഖറിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ പെട്ടത്? ലന്നകും മിനൽ മുസല്ലീൻ, ഞാൻ നിസ്കരിക്കുന്നവനായിരുന്നില്ല എന്ന് പറയുന്നൊരു ദുരന്തത്തിലേക്കാണ് ഞാൻ എത്തിപ്പെട്ടത് എന്ന് ചിന്തിക്കുന്നതിന് പകരം വിയർപ്പ് നജസല്ല, നിസ്കരിക്കാം. പള്ളിക്കൊക്കെ വരുന്നതിന്റെ മുന്നേ ശുദ്ധമാകണം. ശരി, ശുദ്ധമാകാനും വിയർപ്പ് വറ്റാനും വൃത്തിയാകാനും സമയം കിട്ടിയില്ല എന്ന് വെക്കുക. എന്താ ചെയ്യണ്ടേ? വിയർപ്പോടുകൂടി നിസ്കരിക്കണം, ആ ഡ്രസ്സോടുകൂടി നിസ്കരിക്കണം. വൃത്തിയാകാൻ സമയമില്ലെങ്കിൽ ഉള്ള വൃത്തി വെച്ച് നിസ്കരിക്കണം. നിസ്കാരത്തിനാണ് പ്രധാനം. ആ നിസ്കാരത്തിന്റെ ഭാഗമാണ് വൃത്തി.
നിസ്കാരത്തിന്റെ ഭാഗമാണ് ഔറത്ത്. ആ നിസ്കാരത്തിന്റെ ഭാഗമാണ് മനസ്സിൽ നിന്ന് വൃത്തിയാകുക. നിസ്കാരമാണ് ഒന്ന്. ഞാൻ ഇന്നും ആലോചിക്കാൻ, ഒരു സഹോദരൻ ഗൾഫിൽ നിന്ന് വിളിച്ച് നല്ല രൂപത്തിലാണ് അയാൾ ഫത്വ ചോദിച്ചത്. ഇന്ന് മനസ്സിൽ ഓർമ്മ വരികയാണ്. അദ്ദേഹം പറഞ്ഞു, മൗലവി ഞങ്ങൾ റൂമിലാണ്, ജോലി കഴിഞ്ഞ് മിക്കവാറും റൂമിൽ നിന്ന് കട്ടിൽ നിന്നാണ് നിസ്കരിക്കുക. അപ്പം കട്ടിൽ കിടക്കുണ്ടാവും. അപ്പൊ ഞാൻ ഇതുവരെ 2-3 കൊല്ലമായിട്ട് ഗൾഫിൽ വന്നിട്ട് അവിടെ നിന്നാണ് നിസ്കരിക്കുക. അപ്പൊ പുതിയതായി റൂമിലേക്ക് ഒരാൾ വന്നു. അപ്പൊ ഞാനിങ്ങനെ സുജൂദ് ചെയ്യുന്ന കണ്ടിട്ട് അവൻ എന്നോട് നിസ്കാരം കഴിഞ്ഞിട്ട് വന്നിട്ട് പറഞ്ഞു, എടാ ഇങ്ങനെ നിസ്കരിച്ചാൽ എന്റെ നിസ്കാരം ശരിയാവൂല. അപ്പൊ അദ്ദേഹം അവനോട് ചോദിച്ചു, എന്താണ്? സുജൂദ് ചെയ്യുമ്പോൾ 8 അവയവങ്ങളാണല്ലോ നിലത്ത് തട്ടേണ്ടത്. നീ കിടക്കയിൽ സുജൂദ് ചെയ്യുമ്പോൾ നിന്റെ 2 കവിളും കിടക്കയിൽ തട്ടുന്നുണ്ട്. അഥവാ 10 അവയവങ്ങളായി 10 അവയവങ്ങൾ തട്ടിയാൽ നിസ്കാരം ശരിയാവൂല. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്നിട്ട് ഇപ്പൊ നിങ്ങൾ എന്താണ് തീരുമാനിച്ചത്? അദ്ദേഹം പറഞ്ഞു, മൗലവി ഞാൻ ഒരാഴ്ചയായിട്ട് നിസ്കാരം നിർത്തിവെച്ചേക്കാണ്, നിങ്ങളൊക്കെ ഒന്ന് ഫത്വ കെട്ടിയിട്ട് വേണം ഞാനത് തുടങ്ങാൻ. സോ അദ്ദേഹത്തിന്റെ ഒരു മനസ്സ് നിങ്ങൾ ആലോചിച്ച് നോക്കും. ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ കുറ്റപ്പറയില്ല. അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്തുകൊണ്ടാണ് ഒരാഴ്ചയായിട്ട് നിസ്കാരം നിർത്തിവെച്ചെന്നറിയോ? അദ്ദേഹം പഠിപ്പിക്കപ്പെട്ടത് എങ്ങനെ അറിയോ? ആ ഒരാഴ്ച നിസ്കരിച്ചിട്ടില്ലെങ്കിലും പ്രശ്നമില്ല, നിസ്കരിക്കുമ്പോൾ അറിയാതെ എങ്ങാനും കിടക്കയുടെ ഭാഗം കവിൽ തടത്ത് വെച്ച് അതെങ്ങാനും 10 അവയവമായാൽ അത് പരലോകത്ത് വലിയ കുറ്റമായി തീരും. നിസ്കരിക്കാതിരിക്കലാണ് അതിനേക്കാളും നല്ലത്. ഇത് നമ്മുടെ ഉമ്മാന്റെ ചിന്തണ്ട്, നമ്മുടെ ഭാര്യമാരി ചിന്തയിലാണ്, നമ്മുടെ മക്കൾ ഈ ചിന്തയിലാണ്. സഹോദരങ്ങളെ, ആ ഒരാഴ്ച കിടക്കെങ്ങാനും അയാൾ മരണപ്പെട്ടു പോയാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണ്ടേ? ബൈനർ റജുലി വബൈനൽ കുഫരി വശിർക്കി, റസൂലുള്ളാഹിന്റെ വാക്കാണ്. കുഫറുള്ള ഒരാളും ലോകത്തെ ഏറ്റവും വലിയ പാപമായ ശിർക്ക് ചെയ്യുന്നയാളും വിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്കറിയണമോ? തർക്കുസ്സലാ, കാഫിറും മുശ്രിക്കും പേരിൽ മുസ്ലിമാണെങ്കിലും നിസ്കാരം ഒഴിവാക്കുന്നവനായിരിക്കും. ആ റേഞ്ചിലേക്ക് നമ്മൾ പോവുകയാണ്. ആ റേഞ്ചിക്ക് സഹോദരങ്ങളെ, ഒരു സഹോദരൻ, നമ്മൾ സാധാരണഗതി പറയാൻ, അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്ന് അദ്ദേഹം പറയാൻ, ചില സമയത്തൊക്കെ മൗലവി മനരിക്കാൻ മലമൂത്ര വിസർജനം നടത്തി മൂത്രമൊഴിച്ചതിന് ശേഷം ശുദ്ധിയാക്കാൻ ചിലപ്പോ വെള്ളം കിട്ടലില്ല. ആ സമയത്തൊക്കെ ഞാൻ കുടുങ്ങിപ്പോകും. പിന്നെ ഞാന് തൽക്കാലം അന്നത്തെ നിസ്കാരം ഇങ്ങോട്ട് പോകട്ടെ എന്ന് വെക്കും. അപ്പൊ ഞാൻ ചോദിച്ചു, എടാ കല്ലുകൊണ്ട് വൃത്തിയാക്കാലോ? കല്ലുകൊണ്ടൊക്കെ വൃത്തിയായിട്ട് നിസ്കരിക്കാൻ അതൊരു ഹുർമത്ത് കേടല്ല മൗലവി. ശരീരത്തിൽ അള്ളാഹു അനുവദിച്ചൊരു കാര്യമാണ്. ശരി, വെള്ളം കിട്ടിയില്ല എന്ന് വെക്കുക, ഞാൻ മൂത്രമൊഴിക്കുന്നു, എനിക്ക് മനരിക്കാൻ വെള്ളമില്ല, കല്ലില്ല, ഇലയില്ല, ഒന്നുമില്ല, നിസ്കരിക്കാൻ സമയമായി, എന്താ ചെയ്യേണ്ടി? എന്താ ചെയ്യേണ്ടി? അള്ളാഹുവിനറിയാം, എന്റെ കയ്യിൽ വെള്ളമുണ്ടെങ്കിൽ ഞാൻ ശുദ്ധമാക്കുമായിരുന്നു, കല്ലുണ്ടെങ്കിൽ ശുദ്ധമാക്കുമായിരുന്നു. എന്നെ കൊണ്ട് കഴിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് അള്ളാഹു അത് പുറത്തു തരും. പക്ഷേ നിസ്കാരം ഒഴിവാക്കാൻ പാടില്ല. ഇത് നമ്മുടെ നാട്ടിൽ തിരിച്ചണ് വന്നു. എന്നിട്ട് നാട്ടിലുള്ള ആളുകൾ, ഇവിടുന്ന് യുവാക്കൾ ടൂർ പോകട്ടോ, ടൂറിന്ന് ബസ്സിന്ന് ഏതെങ്കിലും ഖുത്ബ കേട്ട് ദീനിയായി ജീവിച്ച് ഏതെങ്കിലും ആൾ ബസ്സിന്ന്, വണ്ടിന്നോ കാറിന്നോ ബസ്സിന്നോ നിസ്കരിക്കുകയാണെങ്കിൽ ഒപ്പുള്ള 4 കൂട്ടാറില്ലേ, നിസ്കരിക്കുന്നവനെ പിടിച്ച് കളിയാക്കും. എന്തറിയോ? ഇവൻ എന്ത് നിസ്കാരമൊക്കെ, ഇബിലിയോനില്ല, ഓന് വേറൊന്നുമില്ല, ഓൻ എവിടേക്ക് തയമ്മും ചെയ്ത് നിസ്കരിക്കാൻ. ബാക്കി 3 ആളോ അവൻ നിസ്കരിക്കാത്തതിനോന് സങ്കടമില്ല. കാരണം അത് എന്തുകൊണ്ടോ പാരമ്പര്യമായി പഠിപ്പിക്കപ്പെട്ടു. ഒരു സ്ഥലത്തേക്ക് യാത്ര പോയി, കേരളത്തിന് പുറത്താണ്, പുല്ലൊക്കെ ഉണ്ട്. ഒരു പൂന്തോട്ടത്തിലേക്കാണ് പോയത്. 2 സ്വഫാളുകൾ നിസ്കരിക്കാൻ, പൂന്തോട്ടത്തിൽ വെച്ച് നിസ്കരിക്കാൻ, ഒന്നിച്ച് നിസ്കരിക്കാൻ. നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയപ്പോ കേരളത്തിൽ നിന്ന് തന്നെയുള്ള 1-2 ആളുകൾ ഇങ്ങനെ അവിടെ നിൽക്കുന്നുണ്ട്. സലാം വീട്ടി കഴിഞ്ഞപ്പം അവർ നമ്മുടെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇവിടെയാണോ നിസ്കരിച്ചത്? പറഞ്ഞു, അതെ, ഇവിടെ നിന്നാണ് നിസ്കരിച്ചത്. അദ്ദേഹം വളരെ ന്യായമായിട്ടാണ് പറഞ്ഞത്, നോക്കൂ, ഇത് പുല്ലാണല്ലോ, ഈ പുല്ല് വളരുവാൻ വേണ്ടി സ്വാഭാവികമായി ഇത് നടുന്ന സമയത്ത് വളം ഇട്ടിട്ടുണ്ടാകുമല്ലോ. വളം കുറെയൊക്കെ മഴയും വെയിലുമൊക്കെ വന്ന് വളമൊക്കെ അല്പമൊക്കെ പോയാലും കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ ബാക്കി ഉണ്ടാവൂലേ?
നമ്മൾ സുജൂദും റുക്കൂ ഒക്കെ ചെയ്യുമ്പോ അറിയാതെ അതിലെങ്ങാനും തല വെച്ചാൽ, കൈവച്ചാൽ, കാല് വെച്ചാൽ അത് നജസിന്റെ ഭാഗാകൂലേ? ഞാൻ അദ്ദേഹത്തോട് വളരെ ശാന്തമായി ചോദിച്ചു, അല്ല ഇവിടെ അടുത്ത് പള്ളിയില്ലാത്തോണ്ടാണ് ഇവിടെ നിസ്കരിച്ച്, നിങ്ങളെന്താ ചെയ്ത്? ഞങ്ങൾ നിസ്കരിച്ചിട്ടില്ല, അത് പ്രശ്നമല്ല. അവർ നിസ്കരിച്ചിട്ടില്ല, ളുഹർ നിസ്കരിച്ചിട്ടില്ല, അസർ നിസ്കരിച്ചിട്ടില്ല, മഗ്രിബ് നിസ്കരിച്ചിട്ടില്ല. എന്തേ കാരണറിയോ? 8 കൊല്ലം മുമ്പ് ഇട്ട വളത്തിന്റെ എന്തെങ്കിലും ഒരു കഷ്ടമെങ്ങാനും നമ്മുടെ അറിവില്ലാതെ സുജൂദ് ചെയ്യുന്ന ഭാഗത്തോ കൈവെക്കുന്ന ഭാഗത്തോ ഉണ്ടായിപ്പോയാൽ അതിന്റെ പേരിൽ കുറ്റം കിട്ടൂലേന്നാ ധരിച്ചത്. സോളെ അതെങ്ങനെ കുറ്റം കിട്ടുക? ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. അവനാന്റെ കഴിവിപ്പെടാത്ത ഒരു കാര്യവും അല്ല നമ്മളോട് പറയൂല. പിന്നെയോ നിസ്കരിക്കാത്തതിന് കാഫിറായി കുറ്റം കിട്ടും. ഇത് നമ്മൾക്കറിയണ്ടേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്ര പോവുകയാണ്. ആ യാത്രയിൽ സഹാബാക്കൾ പറഞ്ഞ വാക്ക് ഈ വിഷയത്തിന്റെ മർമ്മാണ്. പ്രവാചകന്റെ വാക്ക് എന്താ അറിയോ? സഹാബാക്കൾ പറയാൻ റഅയ്തു, ഞങ്ങൾ കണ്ടു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുസല്ലി അലാ റാഹിലത്തിഹി, ഒട്ടകപ്പുറത്താ നബി പോണത്, ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. നബി ഒട്ടകപ്പുറത്തുനിന്ന് ഇരുന്ന് നിസ്കരിച്ചു. സ്വാഭാവികമായിട്ട് നമ്മളെ മനസ്സിൽ എവിടേക്കാ തിരിഞ്ഞതെന്നില്ലേ? ഹൈസു തവജ്ജഹത്, പ്രവാചകൻ ഒട്ടകത്തെ ഖിബിലക്ക് നേരെയാക്കി നിർത്തി നിസ്കാരം തുടങ്ങി. ഒട്ടകം പോയി, ഖിബിലക്ക് ഓപ്പോസിറ്റും പോയി. പക്ഷേ അത് ഇസ്ലാമിൽ പ്രശ്നമല്ല. നമ്മൾക്ക് ഖിബിലക്ക് നേരെയാണോ? നമ്മൾ തുടങ്ങിയത് അങ്ങനെയാണോ? നമ്മൾക്കറിയാത്തൊരവസ്ഥയാണോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എവിടേക്കാണോ തിരിഞ്ഞത് അവിടെ തന്നെ തിരിഞ്ഞ് പ്രവാചകൻ നിസ്കരിച്ചു. ബിഹി വയുമാ ബിറഅസിഹി, പ്രവാചകൻ റുക്കൂഉം സുജൂദും ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് തലകൾ കൊണ്ടും കൈകൾ കൊണ്ടും ആക്ഷൻ ചെയ്തിട്ടാണ് നിസ്കരിച്ചത്. താഴേക്കിറങ്ങാൻ കഴിയാത്ത സാഹചര്യത്തിൽ നിസ്കാരത്തിന്റെ സമയമായപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വണ്ടിപ്പുറത്തുനിന്ന് നിസ്കരിച്ചു. എന്തേ കാരണം? നിസ്കാരം ഒഴിവാക്കാൻ പറ്റൂല, നിസ്കാരം ഒഴിവാക്കാൻ പറ്റൂല. സഹോദരങ്ങളെ, ഇതിലേക്ക് നമ്മൾ എത്തണം. ഞാൻ ഈ യുവാക്കളോട്, നിങ്ങൾ ടൂർ പോവുകയാണ്, ഒരു പാന്റ് ഒരു ഷർട്ടും നിങ്ങൾ ഇട്ടത്, അവിടുന്ന് ബസ് ഇറങ്ങുമ്പോഴോ കമ്പി വേലിമ്മ കൊണ്ടിട്ടോ നിങ്ങളുടെ തുടയുടെ ഭാഗത്തെ ഡ്രസ്സ് ഇങ്ങനെ കീറി നിങ്ങളെ കയ്യിൽ നിന്ന് ടെക്സ്റ്റൈൽസ്ക്ക് പോയിട്ട് വാങ്ങിയിട്ട് വേറൊരു വസ്ത്രം ധരിക്കാൻ നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല, തുടഭാഗം നിസ്കാരത്തിന്റെ സമയത്ത് കാണിക്കാൻ പറ്റൂല, വേറൊരു നിർവാഹമല്ല, സാരല്ല, കീറിയ വസ്ത്രവുമായി നിസ്കരിക്കണം. അള്ള പുറത്തരും. നിസ്കാരം ഒഴിവാക്കാൻ പാടില്ല, നിസ്കാരം ഒഴിവാക്കാൻ പാടില്ല. നമ്മുടെ നാട്ടിലെ ഇറച്ചി കച്ചവടക്കാർ, മീൻ കച്ചവടക്കാർ, അവർ സാധാരണഗതിയിൽ ളുഹറിന്റെയോ അസറിന്റെ അല്ലെങ്കിൽ മഗ്രിബിന്റെ സമയത്ത് എടാ നിസ്കരിച്ചോ, അവര് മനസ്സിൽ നിന്നാ പറയാ, മൗലവി ഞങ്ങളിങ്ങനെ കടിയിൽ നിൽക്കല്ലേ, മീനൊക്കെ തെറിച്ചതുണ്ടാവും, ഇറച്ചി തെറിച്ചതുണ്ടാവും. സഹോദരങ്ങളെ, എന്താ ചെയ്യേണ്ടത്? പരമാവധി വൃത്തിയാക്കുക. എന്നിട്ട് വൃത്തിയാകുന്ന അത്രയും ഭാഗം വെച്ച് നമ്മൾ നിസ്കരിക്കുക. നിസ്കാരം ഒഴിവാക്കരുത്, നിസ്കാരം ഒഴിവാക്കരുത്. വർക്ക്ഷോപ്പിൽ പണിയെടുക്കുന്ന ഒരാൾ, എന്റെ ശരീരം മുഴുവൻ ഗ്രീസാണല്ലോ, എങ്ങനെ മൗലവി നിസ്കരിക്കുക? പരമാവധി വൃത്തിയാക്കുക, എന്നിട്ട് ഉള്ള വൃത്തി വെച്ച് നിസ്കരിക്കുക. നിസ്കാരം ഒഴിവാക്കരുത്. വിമാനത്തിൽ യാത്ര ചെയ്യാണ്, അവിടുത്തെ ടോയ്ലറ്റിൽ ഒതുക്കാൻ സൗകര്യം ഉണ്ടാകാറില്ല. സാധാരണഗതിയിൽ തയമ്മും ചെയ്യുക, ഇരുന്ന് നിസ്കരിക്കുക, നമ്മുടെ സമയം വെച്ച് നിസ്കരിക്കുക. നിസ്കാരം ഒഴിവാക്കരുത്. പാടത്ത് ജോലി ചെയ്യാണ്, അതിനിടയിൽ പള്ളിയിലേക്ക് കുറെ ദൂരണ്ട്, അവിടെ നിന്ന് വൈകുന്നേരമാണ് വരുന്നത്, കൈകാലുകളിൽ ചളിയുണ്ട്, ചളി നജസല്ല, മണ്ണ് നജസല്ല. പരമാവധി വൃത്തിയാക്കുക, നിസ്കരിക്കുക. നിസ്കാരം ഒഴിവാക്കരുത്. ഇതാണ് ദീൻ, ഇതാണ് ദീൻ. ചളിയെല്ലാം ഒഴിവായി, വയർപ്പെല്ലാം വറ്റി, ഔറത്തൊക്കെ മറക്കാൻ കഴിഞ്ഞ് ഖിബില ശരിക്ക് മനസ്സിലായെങ്കിൽ മാത്രമേ നിസ്കരിക്കാൻ പറ്റൂ എന്ന ചിന്ത നമ്മുടെ മനസ്സിൽ നിസ്കരിക്കുന്നവരാണ് എന്ന ബോധ്യത്തോടെ തന്നെ അള്ളാന്റെ മുന്നിൽ നിസ്കരിക്കാത്തവരായി നമ്മൾ മാറുകയാണ്. അവിടെ നിന്നൊരു തിരിച്ചൊരു മാറ്റം ഉണ്ടാകണം. സഹോദരിമാരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തെ നടന്നൊരു സംഭവമുണ്ട്. കുന്നാ ഫീ മസീറത്തിൻ, പ്രവാചകനും ഞങ്ങളൊരു യാത്ര പോവുകയാണ്. ഫഅസ്വാബനാ ഗൈമുൻ, പോണിന്റെ ഇടയ്ക്ക് കാർമേഘൊന്നാകെ മൂടി, സമയം തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ വന്നു. അത് കുറെ മണിക്കൂറുകൾ നീണ്ടു. സഹാബാക്കൾ പറഞ്ഞ വാക്ക്, ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എങ്ങട്ടാ കിബില എന്ന് മനസ്സിലായില്ല. ഈ ഭാഗത്തേക്കാണോ? ചിലർ പറഞ്ഞു ഈ ഭാഗത്തേക്കാണ് കിബില. മറ്റൊരു
മാത്രമല്ല പറഞ്ഞു ഈ ഭാഗത്തേക്കാണ് ഖിബില. ഫസല്ല കുല്ലു റജുലിൻ അലാ ഹിദത്തിൻ, ഓരോരുത്തരും തനിക്ക് ഇതാണ് ഖിബില എന്ന് ബോധ്യപ്പെട്ട ഭാഗത്തേക്ക് എല്ലാവരും തിരിഞ്ഞ് നിസ്കരിച്ചു. അങ്ങനെ വജഅല അഹദുനാ യഖുത്തു ബൈന യദൈ, ഒരാൾ എന്ത് ചെയ്തു, ഒരു സഹാബി എന്ത് ചെയ്തു അറിയോ, നമ്മൾ ഇങ്ങോട്ടാണല്ലോ തിരിഞ്ഞ് നിസ്കരിച്ചത് എന്ന് രേഖപ്പെടുത്തി. ഖിബില മനസ്സിലായില്ല എങ്ങോട്ടാണ്, രേഖപ്പെടുത്തി. അങ്ങനെ ഫലമ്മാ അസ്ബഹനാ ഇദാ നഹ്നു ഖദ് സല്ലൈനാ ലിഗൈരി ഖിബിലത്തിൻ, അങ്ങനെ മേഘമൊക്കെ പോയി നല്ലൊരു പ്രകാശം വന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ നിസ്കരിച്ചിരുന്നത് ഖിബിലക്ക് നേരെ ഓപ്പോസിറ്റാണ് ഞങ്ങൾ നിസ്കരിച്ചിരുന്നത്. ഈ വിഷയം ഞങ്ങൾ പ്രവാചകനോട് പറഞ്ഞു. പ്രവാചകന്റെ വാക്ക് ഖദ് ഉജീസത്തു സ്വലാത്തുക്കും, നിങ്ങൾ നിസ്കാരം അല്ലാഹു സ്വീകരിച്ചിരിക്കണടാ. നിങ്ങൾ സാധാരണ ഖിബിലക്ക് നേരെ നിസ്കരിക്കണോലല്ലേ, അത് നിങ്ങളുടെ കഴിവിന്റെ അപ്പുറത്തുള്ള കാര്യമല്ലേ, നിങ്ങൾ കൽപ്പിച്ചൂട്ടി ചെയ്തതല്ലോ. അതുകൊണ്ട് നിങ്ങൾ നിസ്കാരം മാറ്റി നിസ്കരിക്കേണ്ടതില്ല. നിങ്ങൾ ഈ നിസ്കരിച്ചതിന് നിങ്ങൾക്ക് പൂർണ്ണമായ പ്രതിഫലമുണ്ടാകും. സഹോദരിമാരെ, എന്തേ ഫാത്തിമാത്ത നിസ്കരിക്കാത്ത? കുട്ടി മൂത്രയിച്ചതാണ്. ശരി, മൂത്രയിച്ചത് മാറ്റണം, ഒരു സംശയമല്ല, മാറ്റാൻ ഡ്രസ്സില്ല, നിസ്കരിക്കാൻ സമയമായി, അപ്പെന്താ ചെയ്യേണ്ടത്? മാറ്റാൻ ഡ്രസ്സില്ല, നിസ്കരിക്കാൻ സമയമായി, എന്താ ചെയ്യണ്ടേ? കുട്ടി മൂത്രയിച്ചതിന്റെ ബാക്കിണ്ട് എന്ന് പറഞ്ഞ് നിസ്കാരം ഒഴിവാക്കിയ പാടില്ല. നിസ്കാരം ലോകത്തൊരു മനുഷ്യൻ മുസ്ലിമായോ ബോധമുണ്ടോ ജീവിതത്തിൽ മണ്ണിലേക്ക് പോവുകയോ ബോധം കെടുകയോ ചെയ്താലല്ലാതെ നിസ്കാരം ഒഴിവാക്കരുത്. സഹോദരിമാര് ചിലരൊക്കെ പറഞ്ഞേക്കാം, പർദ്ദന്റെ അടിയിൽ ഇങ്ങനെ മണ്ണുണ്ടായിട്ട് എങ്ങനെയാ ഇപ്പൊ നിസ്കരിക്ക? എന്നിട്ട് അവരെന്താ അറിയോ, നിസ്കരിക്കണോലെ കളിയാക്ക, നിസ്കരിക്കാതെക്ക, കുഫർ ചെയ്യ, തൗഹീദുള്ളോനെ കളിയാക്ക. നമ്മൾ പഠിച്ചോടത്തുള്ള തെറ്റാ കൂട്ടരെ, പഠിച്ചോടത്ത് നമ്മൾക്കിടയിൽ സംഭവിച്ച തെറ്റാണ്. ആശുപത്രിയിൽ പോകും, എന്നിട്ട് നിസ്കരിക്കാതെക്കും. എന്തേ നിസ്കരിക്കാതെക്കണ? രോഗി. അതെങ്ങനെയാ മൗലവി? യന്ത്ര സാമഗ്രികളൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ എങ്ങനെ നിസ്കരിക്കുക? സഹോദരങ്ങളെ, ഞാൻ മരമില്ലിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. നോക്കുക, ഒരു മരം ഇങ്ങനെ തള്ളി മുന്നിലേക്ക് കൊണ്ടുപോയി, അറിയാതെ തെന്നി വീണു, രണ്ട് കൈയും അറ്റണ് പോയി. എങ്ങനെ നിസ്കരിക്കുക? വുളുണ്ടാക്കാൻ കഴിയില്ല. പിന്നെ തയമ്മും ചെയ്യാൻ കൈപ്പാദങ്ങളുണ്ടോ? ഇല്ല. പിന്നെങ്ങനെ നിസ്കരിക്കുക? മനസ്സിൽ ഒതുണ്ടാക്കി നിസ്കരിക്കുക. നിസ്കാരം പോകാൻ പാടില്ല. കാല് മുറിഞ്ഞോ കൈ മുറിഞ്ഞോ, ഞാൻ ജയിലിലകപ്പെട്ടു, ഏതെങ്കിലും ഒരു കേസിൽ അല്ലെങ്കിൽ കുറ്റാരോപിതനായി ജയിലിലകപ്പെട്ടു, അവിടെ നിസ്കരിക്കാൻ മുസല്ലുണ്ടാവില്ല, ചിലപ്പോ അറിയില്ല, വൃത്തിയില്ലാത്ത സ്ഥലം നോക്കുക. എന്താ സുഖം നമുക്ക് ചെയ്യാൻ പറ്റുക? പറയാ, എനിക്ക് നിസ്കരിക്കാൻ വേണ്ടി മാറ്റിത്തരാൻ. ചെയ്യൂല. എന്താ ചെയ്യണ്ടേ? നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ വൃത്തിയാക്കുക. എന്നിട്ടോ ആ വൃത്തി വെച്ച് നിസ്കരിക്കുക. നിസ്കാരത്തിന്റെ താഴെയാണ് നജസിൽ നിന്ന് മോചനമാകേണ്ടത്. നിസ്കാരത്തിന്റെ താഴെയാണ് ഔറത്ത് മറയേണ്ടത്. നിസ്കാരത്തിന്റെ താഴെയാണ് ഖിബില ശരിയാകേണ്ടത്. നിസ്കാരത്തിന്റെ താഴെയാണ് വുളു ഉണ്ടാക്കേണ്ടത്. തിരിച്ചല്ല. ആ തിരിച്ചു മനസ്സിലാക്കിയത് കൊണ്ട് നമ്മൾക്കിടയിൽ നമ്മുടെ മനസ്സിൽ നിസ്കരിക്കുന്ന ആളുകളാവുകയും അള്ളാഹുവിന്റെ വക്കിൽ നിസ്കരിക്കാത്ത കാഫിറാവുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകുന്നു. സഹോദരങ്ങളെ, അത് മാറുക, മനസ്സിൽ തീരുമാനിക്കുക. പ്രവാചകന്റെ വാക്കിലാത്ത തുർക്കുസ്സലാ, നിസ്കാരം ഒരിക്കലും ഒഴിവാക്കരുത്. ലൗഹുരിക്ത, ചുട്ടുകൊന്നാലും, ഔ കുത്തിൽത്ത, കഷ്ടം മുറിച്ച് നമ്മളെ കൊന്നാലും, ഔ കുത്തിൽത്ത, കയ്യും കാലും വേർപ്പെടുത്തിയാലും, ഔ സുലിബത്ത, നഗ്നനായി കുരിശ് തറച്ചാലും, ജീവനോടുകൂടി കുഴിച്ചിട്ടാലും നിസ്കാരം ഒഴിവാക്കൂല എന്ന തീരുമാനത്തിലേക്ക് എത്തുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ. അമ്മാ ബഅദ്. തഖ്വല്ലാഹി ഇബാദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്നുണർത്തുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞ വിഷയത്തിൽ ഇന്ന് നമ്മുടെ പള്ളിയിൽ ഒരു ഒഴിവ് ദിവസമായതുകൊണ്ട് കൂടുതൽ വിദ്യാർത്ഥികളൊക്കെ ഉണ്ട് എന്നതുകൊണ്ട് നിങ്ങളുടെ കലാലയങ്ങളിൽ
ളുഹറിനും അസറിനൊക്കെ നിങ്ങൾ എങ്ങനെയായാലും നമസ്കരിക്കണം. എടുത്ത പള്ളി ഉണ്ടാവും, നിസ്കരിക്കണം. രക്ഷിതാക്കൾ നിസ്കരിക്കാൻ സൗകര്യമുള്ളൊരു സ്ഥലത്തെ മക്കളെ ചേർത്താനും പാടുള്ളൂ. അത് വളരെ പ്രധാനമായി അറിയേണ്ടതാണ്. അല്ലെങ്കിൽ ആ കുട്ടി നിസ്കരിക്കാത്തതിൻ്റെ കുറ്റം ഓരോ വക്തിനും ബാപ്പിയും നാട്ടിൽ നിന്ന് അനുഭവിക്കേണ്ടി വരും. രണ്ടാമത്തെ കാര്യം വിശദമായിട്ട് മറ്റൊരു സമയത്ത് പറയാം. ഇനി നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ നിസ്കരിക്കാൻ സൗകര്യം പള്ളിയായിട്ടില്ല എന്ന് വെക്കുക, എന്താ ചെയ്യേണ്ടി? നിങ്ങൾ നിങ്ങളുടെ ക്ലാസ് റൂമിൽ ബാക്കിൽ ആരോടും പറയാതെ, ഒന്നും പറയാതെ ക്ലാസ് റൂമിലെങ്കിലും നിങ്ങൾ നിസ്കരിക്കണം. ഞാനിത് എന്തുകൊണ്ട് പറയുന്നു? നമ്മുടെ തൊട്ടടുത്ത ജില്ലയിൽ പെൺകുട്ടികൾക്ക് വേണ്ടി ഒരു ക്ലാസ് ഉണ്ടായിരുന്നു, കുറച്ചു മുമ്പാണ്. ആ ക്ലാസ്സിൽ നമസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യമായിരുന്നു ക്ലാസ് എടുക്കാൻ വേണ്ടി പറഞ്ഞു. ക്ലാസ് എടുത്ത് കഴിഞ്ഞപ്പോൾ 3 പെൺകുട്ടികൾ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, സാർ, ഇത്രയും പ്രാധാന്യമാണ് നിസ്കാരത്തിന്. നിസ്കരിക്കാത്ത ഒരാൾക്ക് അള്ളാഹു നൽകുന്ന ശിക്ഷ ഇത്ര ഗൗരവമാണെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളൊരു പ്രശ്നം, ഞങ്ങൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ നിസ്കരിക്കാൻ സൗകര്യമില്ല. രക്ഷിതാക്കള് അങ്ങനെ പരിഗണിച്ചിട്ടില്ല. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, അല്ല അപ്പൊ നിങ്ങൾ എന്താ ചെയ്യല്? അപ്പൊ അവർ വന്നിട്ട് പറഞ്ഞു, ളുഹറും അസറും നിസ്കരിക്കലില്ല മൗലവി, സ്കൂളിലൊന്നും നിസ്കരിക്കലില്ല. കാരണം സ്കൂള് വിട്ട് കഴിഞ്ഞ് ഒരു ട്യൂഷൻ ഉണ്ട്, അതും കഴിഞ്ഞ് വീട്ടിൽ എത്തുമ്പോഴേക്കും മഗ്‌രിബാവും. പിന്നെ കുളിച്ച് വൃത്തിയായി ഭക്ഷണം കഴിക്കുമ്പോഴേക്കും മഗ്‌രിബാങ്ക് കൊടുക്കും. സ്വാഭാവികമായിട്ട് മഗ്‌രിബ് ഇശാവൊക്കെ നിസ്കരിക്കും, ളുഹർ അസർ നിസ്കരിക്കല്ല. ആ കുട്ടികളോട് പറഞ്ഞ വാചകം ഇവിടെയുള്ള എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോടും പഠിക്കുന്നവരോടും പറയണം. അവരോട് പറഞ്ഞത്, നിങ്ങൾ നാളെ മുതൽ നിങ്ങൾ ഉച്ചഭക്ഷണം കഴിഞ്ഞ് നിങ്ങളുടെ ക്ലാസിൻ്റെ സൈഡിൽ ചെറിയ ഒരു ഷാളോ, മുസല്ലൊന്നും കൊണ്ടോണ്ട്, ഒരു ഷാളോ ഒരു പത്രോ എന്തെങ്കിലും വിരിച്ചിട്ട് നിങ്ങൾ ഒറ്റക്ക് നിങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് 3 ആൾ 3 ക്ലാസ്സിലാണ്, നിങ്ങൾ ഒറ്റക്ക് നിങ്ങളുടെ ക്ലാസ്സിൽ നിസ്കരിച്ചാൽ മതി. ആരെയും വിളിക്കണ്ട, ആരോടും പറയണ്ട. 2-3 ദിവസം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് 1-2 ആൾക്കാരെങ്കിലും നിങ്ങളുടെ കൂടെ നിസ്കരിക്കാൻ കൂടും. ഒരാഴ്ച കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നിച്ച് എവിടെയെങ്കിലും നിസ്കരിക്കാം. പിന്നീട് നിങ്ങളുടെ രക്ഷിതാക്കളോട് പറയാം, ബാക്കി അള്ളാഹു തീരുമാനാക്കും. സോ ആ കുട്ടികൾ പറഞ്ഞതുപോലെ ആരോടൊന്നും പറയാതെ ഭക്ഷണം കഴിച്ച് അവർ ഒന്നുണ്ടാക്കിയെന്ന് ക്ലാസിന്റെ 10-45 കുട്ടികൾ ഇരിക്കുന്ന ക്ലാസിന്റെ ഏറ്റവും ബാക്കിൽ സൈഡിൽ പോയിട്ട് അവർ പത്രം വിരിച്ചാണ്ട് നിസ്കരിച്ചു. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ 2-3 കുട്ടികൾ പത്രം ഇട്ട് വരാൻ തുടങ്ങി. ചിലർ ഷാള്, ചിലർ മുസല്ലേക്ക് വന്നു. 1-2 ആഴ്ച കൊണ്ട് ആ സ്കൂളിലുള്ള ക്ലാസ് റൂമുകളിൽ മുസ്ലിം കുട്ടികൾ നിസ്കരിക്കാൻ തുടങ്ങി. PTA വന്നു പറഞ്ഞു, അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹം കൊണ്ട് ഇന്ന് കോഴിക്കോട് ടൗണിലെ വലിയ ഒരു കലാലയത്തിന് 150 കുട്ടികൾക്ക് നിസ്കരിക്കാനുള്ള പള്ളി ഉണ്ടാക്കി. ആ 3 കുട്ടികൾ തുടങ്ങിയതാണ്. ഒരൊറ്റ ക്ലാസ് വന്ന് 3 കുട്ടികൾ തുടങ്ങിയതാണ്. ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞു, മക്കളെ 1000 ന്യായം പറയാം, പക്ഷെ അള്ളാന്റെ കോടതിയിൽ ഇങ്ങനെ നിന്നാ പറയാണ്ടാവില്ല. ആരുമില്ല, സൗകര്യമില്ല, ഒപ്പം കൂടൂല, കളിയാക്കും, ഇതൊക്കെ ഉണ്ടാവും. ഒരൊറ്റ ആഴ്ച ഉണ്ടാവും. അത് കഴിഞ്ഞാൽ അവർ നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മുടെ കലാലയത്തിൽ നമ്മൾ തുടങ്ങി വെച്ചാൽ അവിടെ എത്ര കൊല്ലം നമസ്കാരം നിർവഹിക്കപ്പെടണോ അതിന്റെ മുഴുവൻ കൂലി നമുക്കുണ്ടാവും. നബി മദീനത്ത് വന്ന് പള്ളി സ്ഥാപിച്ച പോലെ നമ്മുടെ കലാലയത്തിൽ ആദ്യമായി നിസ്കരിക്കുന്ന ഒരു തലമുറയെ നമ്മളെ വഴി ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അതിന് നമ്മുടെ മഹല്ലത്തെ കുട്ടിക്കല്ലാത്തൊരു കുട്ടിക്ക് അതിന് ധൈര്യം ഉണ്ടാവില്ല, കഴിവുണ്ടാവില്ല. നിങ്ങളതിന് മുന്നിൽ നിൽക്കണം. ഞാൻ പറയുന്നത്, നിസ്കാരം ഒരു കാരണവശാലും, നിങ്ങൾ നിസ്കരിക്കാൻ പോകുമ്പോൾ ബാക്കിൽ നിന്ന് വലിക്കാൻ ആളുണ്ടാവും, ഇപ്പൊ ഒരു നിസ്കാരക്കാരെന്ന് പറയാൻ ആളുണ്ടാവും. എയിമലും തളരരുത് സഹോദരങ്ങളെ, എൻ്റെ വിദ്യാർത്ഥികളെ തുടങ്ങരുത്. നമ്മുടെ ജീവൻ നശിച്ചു തുടങ്ങരുത്. 2 ഖുതുബയായി നമ്മളിത് പറയണേ. എന്ത് വന്നാലും, ആര് കളിയാക്കിയാലും, എനിക്ക് ബോധമുണ്ടോ ഞാൻ നിസ്കാരം ഒഴിവാക്കൂല എന്നുള്ള തീരുമാനത്തേക്ക് വരണം. എൻ്റെ കടകളിൽ നിൽക്കുന്ന സഹോദരങ്ങളോട് എത്ര തിരക്കുണ്ടോ, നിസ്കാരം ഒഴിവാക്കരുത്. ജീവിതത്തിൽ വൃത്തിയാക്കാൻ പറ്റുന്ന അത്ര വൃത്തിയാക്കുക, നിസ്കരിക്കുക. ഉമ്മാരെ, എല്ലാ തിരക്കിനിടക്കും കഴിവിന്റെ പരമാവധി ശുദ്ധിയോടുകൂടി നിസ്കരിക്കുക. ജീവിതത്തിൽ ഈ പറഞ്ഞത് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. എന്താ അറിയോ? ഒന്നുമില്ലാതെ നിസ്കരിക്കാന്നാ മൗലി പറഞ്ഞത്, കിബില നോക്കണ്ടെന്നാ മൗലി പറഞ്ഞത്, ഔറത്ത് കാട്ടി നിസ്കരിക്കാന്നാ മൗലി അല്ല. സൗങ്ങളെ അല്ല, ഔറത്ത് വെളിവാക്കാതെ നിസ്കരിക്കണം. കിബില വേണം, നജസ്സെന്ന് മുക്തമാകണം, എല്ലാം ശുദ്ധമാകണം. അതൊന്നും ഇല്ലാത്ത സാഹചര്യങ്ങൾ വന്നാലും നിസ്കാരം ഒഴിവാക്കരുത്. ബാക്കി അള്ളാഹു പുറത്തു തരും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.
നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. കത്തിയാൾ നരകത്തിൽ നിന്നും കഠിനമായ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോകത്തിലെ വിചാരണയിൽ നിന്നും നാഥ നീ ഞങ്ങളെല്ലാവരെയും കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, അംബിയാ മുർസലീങ്ങളുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് ചേരാൻ നാഥ നീ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഖൈറും ബർക്കത്തും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ.